ഹലോ ക്രിയേറ്റേഴ്സ്, ഇന്ന് നമുക്ക് നെയിൽ പോളിഷ് കൊണ്ട് ഇതുപോലത്തെ ഒരു ബൊക്കെ ഉണ്ടാക്കിയാലോ. അതെ ഗൈസ്, നെയിൽ പോളിഷ് കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരമുണ്ട്. ആദ്യം തന്നെ അതിനായിട്ട് ഇങ്ങനത്തെ വണ്ണം കുറഞ്ഞ കമ്പിയും പേനയും വേണം. എത്ര ഇതളുകൾ വേണോ അതിനനുസരിച്ചിട്ട് ഈ കമ്പിയുടെ എണ്ണവും കൂട്ടാവുന്നതാണ്. പേനയിൽ കമ്പി ഇതുപോലെ ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വട്ടത്തിലുള്ള ഷേപ്പിൽ കിട്ടും. പിന്നെ നമ്മൾ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതളിൻ്റെ ഷേപ്പും ഇലയുടെ ഷേപ്പൊക്കെ ആയിട്ട് ആക്കാനായിട്ട് പറ്റും. ഒരു പൂവിലേക്ക് ഞാൻ 5 ഇതളാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ ഇതളും ഇതുപോലെ കൂട്ടിപ്പിടിച്ചിട്ട് കമ്പി ചുറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു പൂവിൻ്റെ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ കൈ കൊണ്ട് ഓരോ ഇതളും എവിടെ വരണം എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷമാണ് നല്ല അടിപൊളി പണി. ഇതേ കണ്ടോ, നെയിൽ പോളിഷ് നിൽക്കുന്നില്ല. പിന്നെയാണ് ടെക്നിക്ക് പിടികിട്ടിയത്. വേഗം പിടിച്ചുണക്കി. ഈ കളർ നെയിൽ പോളിഷൊക്കെ എന്തിനാണ് വാങ്ങിച്ചത് ഞാൻ ഒരു കാലത്ത് ആലോചിച്ചിരുന്നു. ഇപ്പോഴാണ് അതിനെക്കൊണ്ടൊരു ഉപകാരം. വേണ്ട കളറുകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് അത് ഉണക്കാൻ വെച്ചതിന് ശേഷം ഞാനൊരു ബൊക്കെ രൂപത്തിലായിട്ട് അത് ഷേപ്പ് ചെയ്തു. ഇപ്പോൾ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടല്ലേ കാണാൻ. നെക്സ്റ്റ് ഇത് റാപ്പ് ചെയ്യേണ്ട പരിപാടിയാണ്. ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഈ ഒരു രീതിക്കാണ് റാപ്പ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ റാപ്പ് ചെയ്തതിന് ശേഷം ഒരു വൈറ്റ് നൂല് കൊണ്ട് അവിടെ സെക്യൂർ ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒരു പേപ്പറിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് വെച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ ഒരു എക്സ്പെരിമെൻ്റ് എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഇത് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. ബൈ.